So welcome to day 10 of learning forex trading from scratch. So previous video നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഫോറക്സ് ട്രേഡ് ചെയ്യാന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യണത് ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫണ്ടിങ് ഫേംസ് ഉണ്ട്. എൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ലെജിറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് ഫേം കണ്ടുപിടിക്കാം. ദെൻ നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് സൈസ് സെലക്ട് ചെയ്യുക. ഒരു $5,000 തൊട്ടിട്ട് ഒരു $1 lakh വരെയാണ് ഈ ഒരു ഫണ്ടിങ് ഫേംസ് ക്യാപിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊരു ചലഞ്ച് ഫീസ് ഉണ്ടാവും. നോർമലി ഒരു ₹3,000 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 45,000 to 50,000 ആണ് ഒരു 1 lakh ഒക്കെ എത്തുമ്പോൾ അതിന്റെ ചലഞ്ച് ഫീസ് വരുന്നത്. ദെൻ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്. സോ സ്റ്റേജ് 1 പോകുമ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവും. നോർമലി 8% ആണ്. പിന്നെ അവിടെ ഒരു മാക്സ് ഡെയിലി ലോസ് 5% ആയിരിക്കും, മാക്സ് ലോസ് 10% ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റൂൾസും വയലേറ്റ് ചെയ്യാണ്ട് നമ്മൾ ഒരു 8% പ്രോഫിറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റേജ് 2 പോകണം. സോ സ്റ്റേജ് 2 പ്രോഫിറ്റ് ടാർഗറ്റും റൂൾസും ഉണ്ട്. സോ പ്രോഫിറ്റ് ടാർഗറ്റ് നോർമലി ഒരു 5% ആയിരിക്കും. പിന്നെ ഡെയിലി ലോസ് 5%, മാക്സ് ലോസ് 10%. അപ്പോൾ ഈ രണ്ട് റൂൾസ് വയലേറ്റ് ചെയ്യാണ്ട് 5% പ്രോഫിറ്റിലോട്ട് വരുവാണെങ്കിൽ പിന്നെ നമ്മൾ ലൈവ് അക്കൗണ്ടിലോട്ട് പോകും. സോ ലൈവ് അക്കൗണ്ടിലോട്ട് പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാകത്തില്ല, പക്ഷേ ലോസ് റൂൾസ് ഉണ്ടാവും. ഡെയിലി മാക്സ് ലോസ് വരുന്നത് 5% ആയിരിക്കും, മാക്സ് ലോസ് 10% ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റൂൾസും വയലേറ്റ് ചെയ്യാൻ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റിന്റെ 80% നമുക്ക് നോർമലി ഒരു പേ ഔട്ട് ആയിട്ട് കമ്പനി പേ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫണ്ടിങ് ഫേംസ് വർക്ക് ചെയ്യുന്നത്. സോ ഫോർ day 11 follow the page.